2 വർഷം പഴക്കമുള്ള കമ്പനിയൊക്കെ വേണം സൗദിയിലൊരു സ്വന്തം പേരിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. പലപ്പോഴും ഇവരെന്താ ചെയ്യുക പറഞ്ഞാൽ ഇവരെ ഫ്രണ്ട്സിന്റെ ഇന്ത്യയിലെ കമ്പനിയോ അല്ലെങ്കിൽ ഫാമിലിയിൽപ്പെട്ട അളിയന്റെ കമ്പനിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവർ ഈ കമ്പനിയായിട്ട് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സൗദിയിൽ ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഞാൻ അവരോട് പറയാറ് പറഞ്ഞാൽ ആരൊക്കെയാണോ ഇന്ത്യൻ കമ്പനിയിലുള്ളത് അവരൊക്കെ സൗദി കമ്പനിയിലെ ഓണേഴ്സാണ്. ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയിൽ ഇപ്പോൾ ഒരു 5 പേരുണ്ട്. സൗദിയിൽ ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് ഉണ്ടെങ്കിലും ഇവർ ആരൊക്കെയാണ് ഇന്ത്യൻ കമ്പനിയിൽ ഷെയർസ് ഉള്ളത് അവർക്ക് എത്ര പെർസെൻറ്റേജ് ഷെയർ ആണോ അതേ ഷെയറാണ് ഇന്ത്യയിലും സൗദിയിലും ആപ്ലിക്കബിൾ ആവുന്നത്. ചെറിയൊരു സമയത്തൊരു പൈസ ലാഭം നോക്കാനും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫാമിലി ബിസിനസ്സുകൾ ഉപയോഗിച്ച് വരികയാണ് ചെയ്യുന്നത്. അത് ലോങ് ടേമിൽ അത് പിന്നീട് ഒരു പ്രയാസമായി മാറും. ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിനൊക്കെ അവകാശവാദങ്ങളുമായിട്ട് ചിലപ്പോൾ ഇതേ സുഹൃത്തുക്കളും ഇതേ ഫാമിലിയും വരാം. നമ്മൾ പലപ്പോഴും അവരോട് പറയാറുണ്ട് സ്വന്തമായിട്ട് കമ്പനി ഇല്ലെങ്കിൽ സൗദിയിൽ എന്താ പറയുക പുറത്ത് കമ്പനി ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി കമ്പനി അക്വയർ ചെയ്ത് അവരുടെ പേരിലേക്ക് ലീഗലി എല്ലാ ഡോക്യുമെന്റ്സും ട്രാൻസ്ഫർ ചെയ്ത് ഷെയർ ട്രാൻസ്ഫേഴ്സ് കോർപ്പറേറ്റ് ഫീൽഡിൽ സ്ഥിരമായിട്ട് നടക്കണമല്ലോ. കമ്പനി അക്വിസിഷനും അമാൽഗമേഷനും മെർജറും ഒക്കെ ഇത് സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ സൗദിയിൽ ഒരു ചെറിയ കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളി ബിസിനസ്സുകാർക്കിടയിൽ സ്വന്തം കമ്പനി ഫോം ചെയ്യണമെങ്കിൽ അവർ നാട്ടിലൊരു കമ്പനി അമാൽഗമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരും അക്വയർ ചെയ്യുകയൊക്കെ ചെയ്യണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കമ്പനി വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കുന്ന സമയത്ത് പ്രോപ്പർലി അവർക്ക് എത്ര ഷെയർ ആണ്. ഇപ്പം അവിടെ 3 പാർട്ട്നേഴ്സ് ആണ്. ഒരാൾക്ക് 20 ഒരാൾക്ക് 30 അങ്ങനെ ഷെയർ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതേ 20-30 സൗദിയിലും സ്പ്ലിറ്റ് വരണമെങ്കിൽ അത് ഇന്ത്യയിൽ സ്പ്ലിറ്റ് ചെയ്തിടണം.